ഹലോ നമസ്കാരം. ഞാൻ രമേഷ് പി നായർ, മെട്രോലാൻഡ് റിയൽറ്റേഴ്സ് ആൻഡ് ഹോം കെയറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഏതൊരാളുടെയും ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു സ്വപ്നമാണ് സ്വന്തമായി ഒരു വീട് എന്നുള്ളത്. അത് എല്ലാവർക്കും യാഥാർത്ഥ്യമാകുന്നതിന് ഞങ്ങളും ഒരു നിമിത്തമാകട്ടെ. എറണാകുളം ജില്ലയിൽ അങ്കമാലിക്കടുത്ത് കിടങ്ങൂർ എന്ന ലൊക്കേഷനിലുള്ള 6 സെൻറ്റ് സ്ഥലത്ത് 2400 സ്ക്വയർ ഫീറ്റിൽ 4 അറ്റാച്ച്ഡ് ബെഡ്റൂമുകളോടുകൂടി വളരെ മനോഹരമായി നിർമ്മിച്ചിട്ടുള്ള ഒരു പുതുപുത്തൻ വീടാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. നഗരഹൃദയത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും അതിവേഗം എത്തിച്ചേരാൻ സാധിക്കുന്ന ഒരു ഏരിയയിലാണ് ഈ പ്രോപ്പർട്ടി നിർമ്മിച്ചിട്ടുള്ളത്. 6 സെൻറ്റ് സ്ഥലത്ത് 2400 സ്ക്വയർ ഫീറ്റിൽ പണി കഴിപ്പിച്ചിട്ടുള്ള ഈ വീട് വാസ്തുശാസ്ത്രപ്രകാരമാണ് നിർമ്മിച്ചിട്ടുള്ളത്. വീടിൻ്റെ ദർശനം വരുന്നത് പടിഞ്ഞാട്ടാണ്. മാർക്കറ്റ്, സ്കൂൾ, ഹോസ്പിറ്റൽ, ആരാധനാലയങ്ങൾ, ബാങ്ക് എന്നീ എല്ലാവിധ സൗകര്യങ്ങളും വളരെ അടുത്തായി സ്ഥിതി ചെയ്യുന്നുണ്ട്. വളരെ ശാന്തമായ ഒരു ചുറ്റുപാടിലും മാലിന്യമുക്തമായ ഒരു അന്തരീക്ഷത്തിലും പ്രളയം ബാധിക്കാത്ത ഒരു ഏരിയയിലുമാണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത്. അങ്കമാലി ടൗണിൽ നിന്ന് 3 കിലോമീറ്ററും നിർദ്ദിഷ്ട കുണ്ടന്നൂർ ബൈപ്പാസിലേക്ക് 2.5 കിലോമീറ്ററും ബസ് സ്റ്റോപ്പിലേക്ക് കേവലം 300 മീറ്ററുമാണ് ഈ പ്രോപ്പർട്ടിയിൽ നിന്നുള്ള ദൂരം. അതിസൂക്ഷ്മതയോടെയും കൃത്യതയോടെയുമാണ് ഈ വീടിൻ്റെ നിർമ്മാണ ഘട്ടത്തിൽ ഓരോ വർക്കുകളും ഈ വീടിൻ്റെ ഉടമ നിർവഹിച്ചിട്ടുള്ളത്. സിറ്റി ലൈഫിൽ നിന്നുകൊണ്ട് തന്നെ വളരെ കാം ആൻഡ് ക്വയറ്റായി റിലാക്സ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആഗ്രഹിക്കുന്നവർക്ക് വളരെ അനുയോജ്യമായ ഒരു വീടാണ് ഇത്. നിങ്ങൾ വിദേശത്ത് താമസിക്കുന്നവരാണെങ്കിൽ നാട്ടിൽ വരുമ്പോൾ സ്വന്തമായി ഒരു വീട് വേണ്ടേ? നിങ്ങൾക്കായി ഒരുങ്ങിയിരിക്കുന്ന വളരെ മനോഹരമായ ഒരു വീടാണ് ഇത്. ഈ വീടിൻ്റെ മുന്നിലൂടെ അതിവിശാലമായ ഒരു ടാറിംഗ് റോഡാണ് കടന്നു വരുന്നത്. നല്ലൊരു കോമ്പൗണ്ട് വാൾ കൊടുത്ത് മുൻഭാഗത്തായി ടൈൽ വർക്കുകളെല്ലാം ചെയ്ത് LED ലൈറ്റുകൾ കൊടുത്ത് ഗ്രില്ല് വർക്കുകൾ ചെയ്ത് നല്ലൊരു കളർ കോമ്പിനേഷൻ കൊടുത്തിട്ടുള്ള ഒരു മനോഹരമായ ഒരു ചുറ്റുമതിലാണ് ഈ വീടിനായി കിട്ടുന്നത്. മനോഹരമായ ഒരു എലിവേഷനിൽ വൈറ്റും ബ്രൗണും ഗ്രേയും കളറിൽ നല്ലൊരു കളർ കോമ്പിനേഷനാണ് കൊടുത്തിട്ടുള്ളത്. വളരെ മനോഹരമാക്കി തീർത്തിട്ടുള്ള ഒരു ഫ്രണ്ട് എലിവേഷനാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഏതൊരു വലിയ വാഹനത്തിനും കടന്നു വരാവുന്ന രീതിയിലുള്ള ഒരു സ്ലൈഡിംഗ് ഗേറ്റും ഒരു ഫോൾഡിംഗ് ഗേറ്റുമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ മുൻഭാഗത്തായി മനോഹരമായി ടൈൽ വർക്കുകൾ ചെയ്തിട്ടുള്ള നാച്ചുറൽ സ്റ്റോൺ വിരിച്ച് അതിനിടയിൽ ആർട്ടിഫിഷ്യൽ ഗ്രാസുകൾ കൊടുത്ത് മനോഹരമാക്കി തീർത്തിട്ടുള്ള ഒരു മുറ്റമാണ് നമുക്ക് കിട്ടുന്നത്. ഏതൊരു വലിയ വാഹനത്തിനും പാർക്ക് ചെയ്യാൻ സാധിക്കുന്ന വിധത്തിലുള്ള ഒരു കവേർഡ് കാർ പോർച്ചാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. 1-2 വാഹനത്തിന് കൂടി ഈ ഓപ്പൺ ഏരിയയിൽ പാർക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇരുവശങ്ങളിലും മനോഹരമായി ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. 2 സ്റ്റെപ്പുകൾ കൊടുത്ത് ടൈലുകൾ വിരിച്ച് മനോഹരമാക്കി തീർത്തിട്ടുള്ള ഒരു സിറ്റ് ഔട്ടാണ് നമുക്ക് മുൻഭാഗത്തായി ലഭിക്കുന്നത്. വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ മുൻഭാഗത്തായി തേക്കിൽ പണി കഴിപ്പിച്ചിട്ടുള്ള 2 പാളികളിൽ നിർമ്മിച്ചിട്ടുള്ള ഒരു ഫ്രണ്ട് ഡോറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. കൊത്തുപണികളെല്ലാം ചെയ്ത് വളരെ മനോഹരമാക്കിയിട്ടുള്ള ഒരു ഫ്രണ്ട് ഡോറാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെയാണ് ഈ വീടിൻ്റെ ഫോർമൽ ലിവിംഗ് ഏരിയ. ഇവിടെയാണ് TV യൂണിറ്റിൻ്റെ സ്ഥാനം. സീലിംഗിൽ LED ലൈറ്റുകളെല്ലാം കൊടുത്ത് വളരെ മനോഹരമാക്കി തീർത്തിട്ടുള്ള ഒരു ലിവിംഗ് സ്പേസാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ലിവിംഗ് ഏരിയയിൽ നിന്ന് ഡൈനിങ്ങിലേക്ക് കടക്കുമ്പോൾ വുഡ് വർക്കിൽ പണി തീർത്തിട്ടുള്ള ഒരു ബോക്സി ടൈപ്പിലുള്ള LED ലൈറ്റുകളെല്ലാം കൊടുത്ത് വളരെ മനോഹരമാക്കി തീർത്തിട്ടുള്ള ഒരു പാർട്ടീഷനാണ് നമുക്കിവിടെ കിട്ടുന്നത്. ലിവിംഗ് ഏരിയയിൽ നിന്ന് അകത്തേക്ക് കടന്നാൽ ഇവിടെയായി വിശാലമായ ഒരു ഡൈനിങ് സ്പേസ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. വളരെ മനോഹരമായി നിർമ്മിച്ചിട്ടുള്ള ഒരു ഡൈനിങ് ഏരിയയാണ് ഇവിടെ കാണുന്നത്. സീലിംഗിൽ LED ലൈറ്റുകളെല്ലാം കൊടുത്ത് വളരെ മനോഹരമായി സീലിംഗ് വർക്കുകളെല്ലാം ചെയ്തിട്ടുള്ള ഒരു ഡൈനിങ് സ്പേസാണ്
നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഡൈനിങ് ഏരിയയുടെ ഈ ഭാഗത്തായി വളരെ മനോഹരമായി ഭംഗിയുള്ള ഒരു വാഷ് യൂണിറ്റാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. വാഷ് യൂണിറ്റിൻ്റെ ഈ ഭാഗത്തായി ഒരു ഹാങ്ങിങ് ലൈറ്റും മനോഹരമായി ചുമരുകളിലെല്ലാം ടൈലുകൾ ഒട്ടിച്ച് മനോഹരമായി തീർത്തിട്ടുണ്ട്. ഡൈനിങ് ഏരിയയോട് തൊട്ട് ചേർന്ന് വിശാലമായ ഒരു ഓപ്പൺ കിച്ചനാണ് ഇവിടെ കിട്ടുന്നത്. വളരെ ഭംഗിയുള്ള ഒരു ഓപ്പൺ കിച്ചനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓപ്പൺ കിച്ചൻ്റെ ഈ ഭാഗത്തായി 2 ഹാങ്ങിങ് ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. അതിനടിയിൽ ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ കൊടുത്ത് വളരെ മനോഹരമാക്കിയിട്ടുണ്ട്. ഇവിടെയായി ഒരു ചെറിയൊരു പാർട്ടീഷൻ കൊടുത്തിട്ടുണ്ട്. കിച്ചണിലേക്ക് പ്രവേശിച്ചാൽ വളരെ ഭംഗിയുള്ള കബോർഡ് വർക്കുകളെല്ലാം ചെയ്ത് നിറയെ സ്റ്റോറേജ് ഏരിയ കൊടുത്തിട്ടുള്ള, താഴെയും മുകളിലുമായി ധാരാളം സ്റ്റോറേജ് ഏരിയയാണ് ഈ കിച്ചണിൽ നമുക്ക് ഇവിടെ കിട്ടുന്നത്. വളരെ മനോഹരമായ വെണ്മയോടുകൂടിയ ഒരു നാനോ വൈറ്റാണ് നമുക്ക് കിച്ചൺ ടോപ്പായി കിട്ടുന്നത്. ഇവിടെയാണ് കിച്ചൺ ഹോബ് കൊടുത്തിട്ടുള്ളത്. ഇവിടെയാണ് സിങ്കിൻ്റെ സ്ഥാനം. കബോർഡ് വർക്കുകളുടെ അടിയിലായി LED ലൈറ്റുകൾ കൊടുത്ത് വളരെ മനോഹരമാക്കി തീർത്തിട്ടുണ്ട്. ചുമരുകളിലെല്ലാം ടൈൽ വർക്കുകൾ ചെയ്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. സീലിങ്ങിൽ LED ലൈറ്റുകൾ കൊടുത്ത് വളരെ ഭംഗിയാക്കിയിട്ടുണ്ട്. കിച്ചണിൽ നിന്ന് വെളിയിലേക്ക് ഒരു എൻട്രൻസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഒരു വർക്ക് ഏരിയ സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഏതൊരു കാലാവസ്ഥയിലും പറ്റാത്ത ശുദ്ധജലം കിട്ടുന്ന ഒരു കിണറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഈ വീടിൻ്റെ താഴത്തെ നിലയിൽ 2 ബെഡ്റൂമുകളാണ് ഉള്ളത്. ഒന്നാമത്തെ ബെഡ്റൂമിലേക്ക് കടക്കാം. വളരെ ഭംഗിയുള്ള നിറയെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു വാൾഡ്രോബ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ സീലിങ്ങിൽ LED ലൈറ്റുകളും മറ്റും കൊടുത്ത് വളരെ കളർഫുള്ളാക്കിയിട്ടുണ്ട്. ചുമരുകളിൽ ടെക്സ്ചർ വർക്കുകൾ ചെയ്ത് മനോഹരമാക്കി തീർത്തിരിക്കുന്നു. ഇവിടെയാണ് വാഷ്റൂമിൻ്റെ സ്ഥാനം. വളരെ ഭംഗിയോട് കൂടിയിട്ടുള്ള ഒരു വാഷ്റൂമാണ് ഇവിടെ നമുക്ക് കിട്ടുന്നത്. ഗ്ലാസ് ക്യൂബിക്കിൾ കൊടുത്ത് സെപ്പറേറ്റ് ചെയ്തിട്ടുള്ള ഒരു വാഷ്റൂം കൂടിയാണ് ഇത്. ഇനി നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് കടക്കാം. വിശാലമായ ഒരു മാസ്റ്റർ ബെഡ്റൂമാണ് രണ്ടാമത്തെ ബെഡ്റൂമായി നമുക്കിവിടെ കിട്ടുന്നത്. ധാരാളം സ്റ്റോറേജ് ഏരിയ ഉള്ള ഒരു വാൾഡ്രോബാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സീലിംഗ് വർക്കുകളെല്ലാം ചെയ്ത് വളരെ മനോഹരമാക്കി നിർമ്മിച്ചിട്ടുള്ള ഒരു ബെഡ്റൂം കൂടിയാണ് ഇത്. ഈ മാസ്റ്റർ ബെഡ്റൂമിൻ്റെ വാഷ്റൂമിൻ്റെ സ്ഥാനം ഇവിടെയാണ്. ഈ ബെഡ്റൂമിലും ഗ്ലാസ് ക്യൂബിക്കിൾ കൊടുത്ത് സെപ്പറേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഭംഗിയുള്ള ഒരു വാഷ്റൂം തന്നെയാണ് ഇവിടെയും കിട്ടുന്നത്. ചുമരുകളിൽ ടെക്സ്ചർ വർക്കുകൾ ചെയ്ത് വളരെ മനോഹരമാക്കി തീർത്തിട്ടുണ്ട്. ഇനി നമുക്ക് മുകളിലത്തെ നിലയിലേക്ക് പോകാം. സ്റ്റെപ്പുകളിൽ ടൈലുകൾ വിരിച്ച് സ്റ്റീലിൻ്റെ സ്ക്വയർ ട്യൂബ് കൊടുത്തിട്ടുള്ള ഒരു ഹാൻഡ് റെയിലും അതിനടിയിൽ ടഫ്ലൻ ഗ്ലാസും വുഡ് വർക്കിലാണ് മുകളിലായി ഹാൻഡ് റെയിൽ കൊടുത്തിട്ടുള്ളത്. വളരെ മനോഹരമായി നിർമ്മിച്ചിട്ടുള്ള ഒരു സ്റ്റെയർ കേസാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. മുകളിലേക്ക് കയറി വരുമ്പോൾ സ്റ്റെയർ കേസിൻ്റെ മുകളിലായി പർഗോളകൾ കൊടുത്ത് ഡയറക്റ്റ് സൺലൈറ്റ് വീടിനകത്തേക്ക് പ്രവേശിക്കാവുന്ന രീതിയിലാണ് ഈ വീടിൻ്റെ പർഗോളകളുടെ നിർമ്മാണം. പർഗോളയിൽ നിന്ന് 3 ഹാങ്ങിങ് ലൈറ്റുകൾ കൊടുത്ത് മനോഹരമാക്കി തീർത്തിട്ടുണ്ട്. നിറയെ ഫാൻസി ലൈറ്റുകളും ചുമരുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. കൂടാതെ ചുമരുകളിൽ ടെക്സ്ചർ വർക്കുകൾ ചെയ്ത് വളരെ മനോഹരമാക്കി തീർത്തിട്ടുണ്ട്. മുകളിലേക്ക് കടന്നു വന്നാൽ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു അപ്പർ ലിവിങ് ഏരിയയാണ് ഇവിടെയായി നമുക്ക് ലഭിക്കുന്നത്. ഇവിടെയും സീലിംഗ് വർക്കുകളെല്ലാം ചെയ്ത് വളരെ മനോഹരമാക്കി തീർത്തിട്ടുള്ള ഒരു അപ്പർ ലിവിങ് ഏരിയയുടെ ഭാഗമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇതാണ് മൂന്നാമത്തെ ബെഡ്റൂം. അപ്പർ ലിവിങ് ഏരിയയിൽ നിന്നും ബെഡ്റൂമിലേക്ക് കടക്കാം. വാൾഡ്രോബുകളുടെ വർക്കുകളെല്ലാം പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂമാണ് ഇവിടെ കിട്ടുന്നത്. മുകളിൽ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട്. ഇവിടെയാണ് വാഷ്റൂമിൻ്റെ സ്ഥാനം.
ഗ്ലാസ് കുബിക്കിൽ അതിൻ്റെ വർക്കുകൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് 4ാമത്തെ ബെഡ്റൂമിൻ്റെ സ്ഥാനം. വളരെ വിശാലമായ മനോഹരമായ ഒരു ബെഡ്റൂമാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഈ ബെഡ്റൂമിൻ്റെ ഈ ഭാഗത്തായി വാൾഡ്രോബുകളുടെ വർക്കുകൾ പുരോഗമിക്കുന്നു. മുകളിൽ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. ചുമരുകളിൽ ടെക്സ്ചർ വർക്കുകൾ ചെയ്ത് വളരെ മനോഹരമാക്കി തീർത്തിരിക്കുന്നു. ഈ 4ാമത്തെ ബെഡ്റൂമിൻ്റെ വാഷ്റൂമിൻ്റെ സ്ഥാനം ഇവിടെയാണ്. ഇവിടെയും ഗ്ലാസ് ക്യൂബിക്കിളിൻ്റെ വർക്കുകൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ വീടിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് ഫ്രണ്ട് ബാൽക്കണി. വളരെ വിശാലമായ ഒരു ഫ്രണ്ട് ബാൽക്കണിയാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഫ്രണ്ട് ബാൽക്കണിയുടെ ഇവിടെ നിന്നാൽ ഈ വീടിൻ്റെ മുറ്റവും റോഡും മറ്റു വീടുകളും പ്രകൃതിയും എല്ലാം ആസ്വദിക്കാവുന്ന രീതിയിലാണ് ഈ വീടിൻ്റെ ഈ ബാൽക്കണി നിർമ്മിച്ചിട്ടുള്ളത്. അപ്പർ ലിവിങ് ഏരിയയിൽ നിന്ന് നമുക്ക് വിശാലമായ ഒരു ഓപ്പൺ ടെറസ് ഇവിടെ അവൈലബിൾ ആണ്. വളരെ മനോഹരമായ ഒരു ഓപ്പൺ ടെറസ് നമുക്കിവിടെ കിട്ടുന്നു. വേണമെങ്കിൽ ഡ്രസ് വർക്ക് ചെയ്താൽ ഇവിടെ ഒരു യൂട്ടിലിറ്റി ഏരിയയാക്കി മാറ്റിയെടുക്കാവുന്ന ഒരു ഏരിയ കൂടിയാണ് ഇത്. വാഷിംഗ് മെഷീൻ്റെ സ്ഥാനം ഇവിടെയാണ്. പ്ലഗ് പോയിൻറ്റും പൈപ്പ് ലൈനും കണക്ഷനും എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. 6 സെൻറ്റ് സ്ഥലത്ത് 2400 സ്ക്വയർ ഫീറ്റിൽ 4 അറ്റാച്ച്ഡ് ബെഡ്റൂമുകളോടുകൂടി വളരെ മനോഹരമായി നിർമ്മിച്ചിട്ടുള്ള ഈ വീടിന് ഉടമ ചോദിക്കുന്ന വില 90 ലക്ഷം രൂപയാണ്. വില സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ ആണ്. വളരെ മനോഹരമായി നിർമ്മിച്ചിട്ടുള്ള ഈ വീട് നിങ്ങൾക്കും സ്വന്തമാക്കാവുന്നതാണ്. നിങ്ങൾ യൂട്യൂബ് ചാനലിൽ കയറി മെട്രോലാൻഡ് റിയൽറ്റേഴ്സ് ആൻഡ് ഹോം കെയർ എന്ന് ടൈപ്പ് ചെയ്യുക. അവിടെ വില കുറഞ്ഞതും ബഡ്ജറ്റ് ഫ്രണ്ട്ലിയുമായിട്ടുള്ള നിരവധി വീഡിയോകൾ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. വീഡിയോ കണ്ട് ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തു കൊടുക്കാനും മറക്കാതിരിക്കുക. ഈ ചാനൽ നിങ്ങൾക്കോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ തീർച്ചയായും ഉപകാരപ്പെടും. നിങ്ങൾക്ക് മറ്റൊരു വീടോ സ്ഥലമോ കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടിയോ ആണ് വേണ്ടതെങ്കിൽ, നിങ്ങളുടെ മറ്റേതെങ്കിലും ഒരു പ്രോപ്പർട്ടി വിൽപ്പനയ്ക്കായി ഉണ്ടെങ്കിൽ ഇതുപോലെ ചിത്രീകരിച്ച് ഞങ്ങളുടെ ചാനലിൽ അഡ്വർടൈസ് ചെയ്യുന്നതിന് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങളുടെ നമ്പറിൽ വിളിക്കാവുന്നതാണ്. മറ്റൊരു പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ വീഡിയോയും മുഴുവനായി കാണുക. ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും OLX ഞങ്ങളുടെ പേജ് ഫോളോ ചെയ്യാനും മറക്കാതിരിക്കുക. നമസ്കാരം.